അല്ലാണോ? അത് കഴിച്ചില്ല. ആർത്തന്നോ? ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 7 ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു ലോങ് വ്ലോഗ് ഇട്ടിട്ട്. എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂ ചെയ്യണം, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഇന്നലെ കുറച്ച് നേരത്തെ കിടന്നുറങ്ങി, രണ്ടുപേരും പിടിച്ച് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ രാത്രി നിധി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉറക്കം ശരിയായില്ല. ഇന്ന് നേരത്തെ എഴുന്നേക്കണമെന്ന് വിചാരിച്ച് കിടന്നതുകൊണ്ട് എന്നെക്കാട്ടിലും മുമ്പ് എൻ്റെ പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റു. അതെ, രണ്ടുപേരും ഇല്ല കേട്ടോ, അവർ ഉമ്മച്ചി എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഉമ്മച്ചി കിച്ചണിൽ ഓരോ പരിപാടിയിലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായി, 7:30 കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും നമുക്കിനി കിച്ചണിലേക്ക് പോയി നോക്കാം. അതിനു മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടട്ടെ. രാവിലെ എണീറ്റ് ഇതൊന്ന് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. പക്ഷെ ഒരിക്കലും നടക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും പിള്ളേർ കിടക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഇത് നടക്കില്ല. എന്നിട്ട് പിന്നെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഇതവിടെ കിടക്കും, വിട്ടുപോകും. പിന്നെ നമ്മൾ അടിച്ചു വാരൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇതൊന്ന് റെഡിയാക്കി ഇടുന്നത്. ഇന്ന് പിന്നെ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ കിച്ചണിലേക്ക് പോയിട്ടോ. അപ്പോഴേക്കുണ്ട് ഉമ്മച്ചി റൂമിൽ നിന്ന് മോളെ തൊട്ടിലിട്ട് ആട്ടുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവൾ നേരത്തെ എഴുന്നേറ്റതാണ്, അപ്പോൾ ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ആട്ടിക്കൊണ്ടിരുന്നതാണ്. ആളൊന്ന് ഉറങ്ങി വന്നതുമായിരുന്നു. അപ്പോഴേക്കും അഫി വന്നിട്ട് ബഹളം വെച്ച് അവളെ എഴുന്നേൽപ്പിച്ചു കേട്ടോ. പിന്നെ ഉറക്കമൊന്നും എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു. അങ്ങനത്തെ കിച്ചണിലെത്തിയപ്പോഴേക്കും ഉമ്മച്ചിയാണെങ്കിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പുട്ടും കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുക്കളയൊക്കെ മൊത്തം ഇങ്ങനെ മെസ്സായിട്ട് കിടന്നുകൊണ്ട് ഞാനതൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാണ്. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സിങ്കിൽ കൊണ്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതുമെല്ലാം ഒന്ന് കഴുകി വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ. എനിക്ക് എപ്പോഴും കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പണി ചെയ്യാനൊരു മൂഡുണ്ടാവില്ല. അപ്പോൾ പണി ചെയ്യുന്നതിന് മുമ്പും പണി ചെയ്യുന്നതിന് ശേഷവും ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ ഉമ്മച്ചി വന്നു. ഉമ്മച്ചിയാണെങ്കിൽ കടലക്കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കി. പിന്നെ പുട്ടിനൊക്കെ ഒന്ന് നനച്ച് വെച്ചു. നമ്മൾ മറ്റേ കുക്കറിൽ വെച്ചിട്ടുള്ള ഒരു ചിരട്ടപ്പുട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അഫിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. എപ്പോഴും പുട്ട് എന്ന് പറയുന്നതൊക്കെ. അതുകൊണ്ടിട്ട് ഇന്നും പുട്ടും കടലയാണ് കേട്ടോ. നമ്മൾ ആദ്യം മസാല ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ കടലക്കറി റെഡിയാക്കാണ്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടാൽ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയാൽ ശരിയാവാത്ത ഒരു കറിയാണ് കടലക്കറി. എങ്ങനെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പാളിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കാറില്ല. കടലക്കറിയാണെങ്കിൽ ഉമ്മച്ചി തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുട്ട് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചായക്കുള്ളതൊക്കെ റെഡിയായി. മറ്റുമ്മച്ചിക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തു. മറ്റുമ്മച്ചിക്ക് ഈ മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ആദ്യം തന്നെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മച്ചിയും കഴിച്ചു. പിന്നെ നിധിമോളെ ഉമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാനും അഫിയും കൂടെ കഴിക്കാനിരിക്കുന്നതാണ്. ചായ വെക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ഗ്യാസ് തീർന്നു പോയി. അല്ലെങ്കിൽ എന്ന് ഗ്യാസ് തീർന്നാൽ അത് രാവിലെ ആയിരിക്കും. പിന്നെ ഉടനെ തന്നെ അത്തച്ചിനെ വിളിച്ചു പറഞ്ഞു. അത്തച്ചി മാവിച്ചിയുടെ വണ്ടിയും വിളിച്ചുകൊണ്ട് ഗ്യാസ് കുറ്റിയും കൊണ്ട് വന്നതാണ്. അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് തന്നിട്ട് കാലിക്കുറ്റിയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ടേ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആയതിന് ശേഷമാണ് ചായ വെച്ചത്. പിന്നെ എല്ലാവരും കുടിച്ചു. അപ്പോഴേക്കും നിധിമോളുണ്ടല്ലോ മറ്റുമ്മച്ചിയുടെ റൂമിൽ നിന്ന് മറ്റേ ജനലിൽ
പിടിച്ച് കയറിയിട്ട് നിന്ന് നോക്കുന്നതാണ് കേട്ടോ നമ്മളിവിടെ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ട്. അപ്പോൾ ഞാനിന്ന് അവൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇന്നിപ്പം കുറുമ്പുല്ലാണ് കേട്ടോ വെള്ളത്തിലിട്ടത്. ഓരോ ദിവസം വേറെ വേറെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ കുറുമ്പുല്ലാണെങ്കിൽ നാളെ സൂചി ഗോതമ്പായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഏത്തയ്ക്ക പൊടിയുണ്ടല്ലോ അതായിരിക്കും. അങ്ങനെ മാറി മാറിയാണ് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അരിച്ചെടുക്കുന്നതാണ്. അത് അരിപ്പയിൽ മാത്രമല്ല, അതിനുശേഷം തുണിയൊക്കെ വെച്ചിട്ടായിരിക്കണം, എന്നാലാണ് കറക്റ്റ് പോവുള്ളൂ. പിന്നെ ഈ കരിപ്പെട്ടി ശർക്കര ഉണ്ടല്ലോ അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ അരിച്ചതിലേക്ക് ഒഴിച്ചിട്ട് അത് കുറുക്കി കുറുക്കി എടുക്കുന്നതാണ്. അങ്ങനെ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അറിയാമല്ലോ, അതിങ്ങനെ കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും കുറുകി കുറുകി വന്നോളും. അങ്ങനെ പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആറാനായിട്ട് വെച്ചതുണ്ടല്ലോ. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കണം, തിളച്ചാലാണ് അത് സെറ്റ് ആവുള്ളൂ. അങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഉമ്മച്ചി പരിപ്പ് കറി റെഡിയാക്കാണ്. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വേവിച്ച് വെച്ച പരിപ്പില്ലേ അത് ഒഴിച്ചിട്ട് അത് റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പം അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ നിതിമോൾക്കാണെങ്കിൽ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടത്തിയേക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇന്നുണ്ടല്ലോ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെയും അഫിയുടെയും അതുപോലെ നിതിമോളുടെയും ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒന്ന് അയൺ ചെയ്തിട്ട് എന്നിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഒരുങ്ങിയിട്ട് പോവാം. ഇതാണ് ഡ്രസ്സ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നിധിയുടെ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഇൻ കേസ് അത് മാറ്റേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ രണ്ടും ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കാമെന്ന് ഓർത്തു. ഇവിടെ ഇട്ട് തന്നെ അയൺ ചെയ്യാമെന്ന് ഓർത്തിട്ട്. പിന്നെ ഇനിയിപ്പോൾ ടേബിളിലെ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ അയൺ ചെയ്യാമെന്ന് ഓർക്കുകയാണ്. ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചതിന് ശേഷം കുട്ടികളെ 2 പേരെ ഒന്ന് കുളിപ്പിച്ച് അവർക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച് കൊടുത്ത് റെഡിയാക്കി അപ്പുറത്തെ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അത്തച്ചി വന്നതുകൊണ്ട് ഉമ്മച്ചി അവരെ അത്തച്ചിനെ ഏൽപ്പിച്ചിട്ട് ഉമ്മച്ചി പോയിട്ട് റെഡിയാവാൻ പോയിട്ടോ. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇതാണ് ഡ്രസ്സ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം. കുറേ നാളിന് ശേഷമാണ് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷനൊക്കെ വന്നിട്ട് കുറേ ആയി. എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് മേക്കപ്പ് ചെയ്യാറുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പൗഡർ ഇടും, പിന്നെ കൺമഷി എഴുതും, അതുപോലെ ഈ ലിപ്സ്റ്റിക്ക് ഇടും, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം മെനക്കൊക്കെ പോകണമല്ലോ. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഏകദേശം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചേരുന്ന ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ബാഗും പിടിച്ചു, കയ്യിൽ ഫോണൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊന്ന് മുതലാക്കണമല്ലോ. ഒരു 3-4 ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ, ഒരിക്കലും ഇല്ലാത്ത പോലെ. അങ്ങനെ പിന്നെ കയറി നിന്ന് ബാക്കിയൊക്കെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് പാറേക്കാവിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നാണ്, പക്ഷേ ഈ പാറേക്കാവിലാണ് പെണ്ണിൻ്റെ വീട് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയില്ല, നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നപ്പോഴേക്കും അവരുടെ വണ്ടിയുടെ പുറകെ നമ്മളും വന്നതാണ് കേട്ടോ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി ഒരു വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും വരുന്നത്. അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫാമിലിയുടെ കൂടെ നിന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മുടെ മീനിക്കാട് മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. മീനിക്കാട് നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് കഴിക്കില്ല. ആഫിയാണെങ്കിൽ കുറേ സമയമായി വിശക്കണു എന്ന് പറയണു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ചെറിയൊരു ഫംഗ്ഷനായിരുന്നു, എന്നാലും നല്ലതായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഇപ്പം ഇത് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറി അതിന് മുമ്പ് 1-2 ചെറിയ ക്ലിപ്പിങ്സ് കാര്യങ്ങളും കൂടി എടുക്കാനുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്തായാലും ഡ്രസ്സ് ഇട്ടതാണല്ലോ, മേക്കപ്പും ചെയ്തതാണ്. അപ്പോൾ കുറച്ച് വീഡിയോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്കും വേണ്ടത് അജ്മീത്തായും ബെൻസിത്തായൊക്കെ വന്നു. അവരൊരു കല്യാണത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ ആ വഴി ഇങ്ങോട്ട് വന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നിതിമോളുണ്ട്, പിന്നെ അഫിയുണ്ട് കേട്ടോ അരികിലായിട്ട് ആയിരിക്കുന്നതാണ് അഫി. അപ്പം ബ്രെഡാണ് കേട്ടോ, ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അഫീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി. വെള്ളിയാഴ്ച അവർക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടും കേട്ടോ. എന്നിട്ട് ഹോംവർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിങ്കളാഴ്ച തിരിച്ചു കൊടുത്തു വിടേണ്ടതാണ്. എഴുതണോ?
അതിന് സമയം വായി വെക്കാതെ ഞാൻ വായിലേക്ക് കൊടുക്കണ്ട കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അളിയനും ബെൻസിത്തായൊക്കെ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ മങ്കുഴിപ്പള്ളിയിൽ പെരുന്നാളാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോകുന്നതാണ്. പാറേക്കാവിൽ പോയി ചെന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. കാരണം നമ്മൾ മഞ്ചിക്കല്ല് ഇരിക്കുമ്പോഴില്ലേ പിന്നെ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല. പക്ഷെ ഉമ്മച്ചിയൊക്കെ കാണാറുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചി കടയിൽ നിൽക്കുന്ന സമയത്തൊക്കെ അതിൽ കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ പാറേക്കാവിലെത്തി വലിയ ആൾക്കാരില്ലാത്ത സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. ഉടുമ്പന്നൂർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമ്മൾ പാറേക്കാവിൽ വന്ന് നിൽക്കുക കേട്ടോ. പ്രദക്ഷിണം ഇപ്പോൾ വരുമായിരിക്കും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. ഇല്ല ഇതുവരെ വന്നിട്ടില്ല. നിധിയേ അങ്ങോട്ട് പോവല്ലേ? അങ്ങനെ നമ്മളിത് ആ പ്രദക്ഷിണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മങ്കുഴിയിൽ നിൽക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ എത്തുമ്പോഴാണ് ആ ഒരു ലൈൻ കറക്റ്റ് സെറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്ന്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ടൗണിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ നിന്ന് കേട്ടോ. ഇവിടെ ആകുമ്പോൾ സെറ്റായിട്ട് കാണാമല്ലോ. അപ്പോൾ പാറേക്കാവ് സ്കൂളിൻ്റെ അവിടെ നിന്ന് അവരെന്തോ വെള്ളം നാരങ്ങ വെള്ളമാണോ എന്ത് വെള്ളമാണെന്ന് അറിയില്ല അത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം തുടങ്ങിയത് അതായത് സ്റ്റാർട്ട് ചെയ്താന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ റാലിക്ക് ഇങ്ങനെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരിങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മുത്തുക്കുട കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെണ്ടമേളം അതുപോലെ ബാൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അവിടുത്തെ കവലയിൽ നിന്ന് പ്രദക്ഷിണം പോയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് ഉടുമ്പന്നൂർ വരെ പോകുന്നതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വെള്ളം കൊടുക്കുന്നതിൻ്റെ അവിടെ കുറച്ച് ബ്ലോക്ക് വന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മാറി മാറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറവശത്തേക്ക് ആക്കിയിരുന്നു ആ ഒരു ലൈനാണെങ്കിൽ. പിന്നെ നമ്മൾ ഉടുമ്പന്നൂർക്ക് പോയപ്പോഴത്തേക്ക് അത് കറക്റ്റ് സെറ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കല്യാണം നടക്കുകയാണ് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അവരെല്ലാവരും പുറത്തിറങ്ങി നോക്കി നിൽക്കുന്നതാണ് പ്രദക്ഷിണം പോകണം കണ്ടപ്പോൾ. കുട്ടികളൊക്കെ ഇങ്ങനെ കയ്യിൽ മെഴുകുതിരിയൊക്കെ പിടിച്ച് മുത്തുക്കുടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി.
അങ്ങനെ നമ്മൾ ഉടുമ്പന്നൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണേ. നമ്മൾ ഉടുമ്പന്നൂർ അമ്പലത്തിൽ ഉത്സവം കൂടിയാണ്, രണ്ടും ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ പോയിട്ട് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ ഈ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ മുതൽ പറയുന്നതാണ് കളിപ്പാട്ടം വാങ്ങിച്ചാലും ടോയ്സ് വാങ്ങിച്ചാലും ഐസ്ക്രീം വാങ്ങിച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ എന്തായാലും പോകാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കട്ടെ, കിടത്തിറങ്ങൂല ആഫിയൊന്നും. അപ്പോൾ ആഫി ഫൈസയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാണാൻ ഓക്കെ ഇഷ്ടമാണ് അവർക്ക്. എന്നാൽ അവർ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിട്ടുള്ളത് ആ കടയിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ മങ്കുഴിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറേ സമയം പുറത്തൊക്കെ ഇങ്ങനെ നിന്ന് കണ്ടു. പിന്നെ മേളിൽ പള്ളിയുടെ അവിടെ കയറിയിട്ട് അതിൻ്റെ ഒരു 3D കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ഫൈസയുടെയും അതുപോലെ അഫിയുടെയും ടൈമാണ് കേട്ടോ. കുറേ സമയമായി എപ്പോഴാണ് അവിടെ പോണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പ്രദക്ഷിണം കാണാൻ അങ്ങനെയൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇവിടെ വരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫവാസി ഇപ്രാവശ്യം പെരുന്നാൾ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിലിരുന്ന് ആക്രി സാധനങ്ങളൊക്കെ കൊണ്ട് വിറ്റ് കാശാക്കി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ ബെൻസിത്ത പറഞ്ഞത്. അപ്പോൾ അഫിക്കും അതുപോലെ ഫൈസയ്ക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം നേരത്തെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അഫിക്കും ഫൈസയ്ക്കും ഓരോ തോക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. മറ്റേ കളിപ്പാട്ടം തോക്കുണ്ടല്ലോ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതാ ചോക്കോബാറും മാംഗോ ബാറൊക്കെ വാങ്ങി തന്നു. നമ്മളിങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ ഈ പ്രദക്ഷിണം പോയേക്കുന്നത് കൊണ്ടാണ് ഇവിടെ വലിയ ആളൊന്നും ഇല്ലാത്തത്. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാവരും വരാറുണ്ട്. മീൻസ് അങ്ങനെ ഒരു എന്താണ് ജാതി മതം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പലരും കാണുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂറും പറഞ്ഞത്. ഇപ്പോൾ പെരുന്നാളിനൊക്കെ പോകും എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ വരുമല്ലോ. അപ്പോൾ അതങ്ങനെ ഒന്നുമില്ല. ഇവിടെ പെരുന്നാളിനും പോവും, ഉത്സവത്തിനും പോവും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ മാത്രമല്ല, എല്ലാവരും പോകും കേട്ടോ. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല ഇവിടെ. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അവർ ഓരോ തോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫവാസിൻ്റെ വക. ഇനി എൻ്റെ വക വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. ഇത് കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്, ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫൈസി ഒരു കാറും പിന്നെ എന്താണ് അഫി ഈ ഇതുണ്ടല്ലോ ക്ലേ ഉണ്ടല്ലോ അതുമാണ് കേട്ടോ വാങ്ങിയത്. നിധിമോൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കിളിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എന്ത് കൊടുത്താലും അവളിപ്പോൾ മറ്റ് വായിൽ വയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അവൾക്കൊന്നും വാങ്ങിയില്ല കേട്ടോ. ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവൾക്ക് വാങ്ങിയില്ല. അതോ അത് വീട്ടിലോട്ടുണ്ടായിരുന്നു, അതാ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിലോട്ടുണ്ടായിരുന്നു. ഏതാ 130 ഓർണത്തിന്. ഏതിന്? ഓർണത്തിന് 130 ഹോട്ട് ബീറ്റ്സ്. മാജിക് സ്ലൈറ്റ് പോലത്തെ വാങ്ങിച്ചു കളയാം. 170 രൂപ. ഇത് വേണോ? അതാണ് പൈസക്ക് ഇതാണോടാ വീട്ടിലിരിപ്പുണ്ടല്ലോ. ഇത് പൈസയും സെലക്ട് ചെയ്തു കേട്ടോ. അപ്പൊ സെലക്ട് ചെയ്ത് കയ്യിലിരിക്കണേ. അതെയോ? അപ്പൊ കൊച്ചിന് വേണ്ട. എനിക്ക് പറ്റിയതല്ല. അപ്പൊ പൈസക്ക് മതിയോ? അവന്മാർക്ക് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലേക്ക് പോയിട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഒരു ബുഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ബെൻസിത്ത ഒരു വള വാങ്ങിയിട്ടോ, ഫവാസ് വാങ്ങിച്ചു കൊടുത്തതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബെൻസിത്താരുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് തികച്ചില്ല നടക്കാൻ, അത്രേ ഉള്ളൂ ബെൻസിത്താരുടെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദക്ഷിണം കഴിഞ്ഞ് വരുന്നത് 8:30-9 മണിയൊക്കെ ആവും. അങ്ങനെ പ്രദക്ഷിണം പള്ളിയിലെത്തി കഴിയുമ്പോഴാണ് അവിടെ വെടിക്കെട്ട് കാര്യങ്ങൾ ചെണ്ടമേളമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറേ സമയം റെസ്റ്റ് എടുത്തു. അങ്ങനെ പിന്നെ ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി വീണ്ടും അങ്ങോട്ടേക്ക് നടക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതാണിത്. പിന്നെ പള്ളിമുറ്റത്ത് പോയിട്ട് അവിടെ ചെണ്ടമേളം ബാൻഡിൻ്റെ ഇതും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു കേട്ടോ.
അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചെണ്ടമേളത്തിന് മുമ്പ് ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു പള്ളിമുറ്റത്ത്. പക്ഷേ നമ്മളത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയത്. അതുകൊണ്ട് ചെണ്ടമേളം മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബെൻസിത്താരെ വീട്ടിൽ തിരിച്ചു വന്നു. അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ അളിയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഞാൻ പോയിട്ടൊരു പള്ളിപ്പെരുന്നാൾ കൂടുന്നതാണ്. നല്ല രസമായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പള്ളിപ്പെരുന്നാളിന് ഒരു ദിവസം ഒക്കെ മുമ്പ് നമ്മൾ ഈ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ആ തോരണമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കൂട്ടുമായിരുന്നു കേട്ടോ. ആ ഒരു ഓർമ്മയുള്ളൂ. അല്ലാതെ നമ്മളങ്ങനെ അവിടെ വന്നിട്ടൊന്നുമില്ല പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത്. ഇതിപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.